നിരവധി ആഗോള സംഘർഷങ്ങളിൽ മധ്യസ്ഥനാണ് ഖത്തർ. നിഷ്പക്ഷത പുലർത്തുന്ന ഒരു ഇടനിലക്കാരനെന്ന നിലയിൽ ഖത്തർ ലോകത്തിന് ഏറെ സ്വീകാര്യനുമാണ്. ഇപ്പോൾ ആദ്യമായി ഇസ്രായേലിൻ്റെ പ്രാദേശിക യുദ്ധത്തിലേക്ക് നേരിട്ട് ഖത്തറിനെ വലിച്ചിട്ടിരിക്കുന്നു. ദോഹയിൽ ഹമാസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ ഹമാസ് ഉന്നതർ ആരും കൊല്ലപ്പെട്ടില്ല. 800-ലധികം അമേരിക്കൻ സൈനികരെ വിന്യസിച്ചിരിക്കുന്ന US സെൻട്രൽ കമാൻഡിൻ്റെ പ്രാദേശിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന GCC അംഗത്തെ ഇസ്രായേൽ ആക്രമിച്ചു. എല്ലാവരും ഖത്തറിനെ ഉറ്റുനോക്കുകയാണ്. എങ്ങനെയാവും ഖത്തർ പ്രതികരിക്കുക? മാന്യതയുടെ പര്യായമാണ് ഖത്തർ. ഖത്തറിന് ഏറ്റവും നന്നായി അറിയാവുന്നത് നയതന്ത്രവും നിയമവുമാണ്. അതിൽ നിന്ന് അണുവിട ചലിക്കാതെ ഖത്തർ മുന്നോട്ട് പോകുമെന്നാണ് ലണ്ടനിലെ കിങ്സ് കോളേജിലെ അക്കാഡമിക് വിദഗ്ധനും ഗൾഫ് സുരക്ഷയിൽ വിദഗ്ധനുമായ ആൻഡ്രിയാസ് ക്രീഗ് മിഡിൽ ഈസ്റ്റ് ഐയോട് പറഞ്ഞത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കാൻ ദോഹ തയ്യാറെടുക്കുകയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അറബ് ലീഗും 57 അംഗ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനും ഉൾപ്പെടെയുള്ള മറ്റു കൂട്ടായ്മകളെയും ഖത്തർ ഒപ്പം കൂട്ടും. ആക്രമണത്തിൽ US-ഉം ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കും. വെടിനിർത്തലിനായി ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുക എന്നതായിരിക്കും ഖത്തറിൻ്റെ ലക്ഷ്യം. വേഗത്തിലുള്ള സൈനിക നടപടിക്ക് സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സൈനിക വ്യാപനത്തിനോ മറ്റു മാർഗങ്ങൾക്കോ ഖത്തറിന് താൽപ്പര്യമില്ല. പ്രതിരോധത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുന്നതിലും ഖത്തർ ശ്രദ്ധിക്കും. ഇറാൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് എങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കാമെന്ന് ഖത്തർ സൈനിക ഉപദേഷ്ടാക്കൾ ഇതിനകം തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനെ എങ്ങനെ തടയാമെന്നതും അവർ പരിഗണിക്കുകയാണ്. ജൂണിൽ ഖത്തറിലെ US-ൻ്റെ അൽ ഉദൈദ് താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തി. വളരെ നാടകീയമായൊരു ആക്രമണമായിരുന്നു അത്. ഖത്തറിനെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ US-ന് പരോക്ഷ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയെന്ന അമേരിക്കൻ അവകാശവാദങ്ങളെ ഖത്തർ വിദേശകാര്യമന്ത്രി തള്ളിക്കളഞ്ഞു. ആക്രമണത്തിന് 10 മിനിറ്റ് ശേഷമാണ് US-ൽ നിന്ന് വിവരങ്ങൾ വന്നതെന്ന് ഖത്തർ പറഞ്ഞു. ആക്രമണം ഖത്തറിൻ്റെ സുരക്ഷിതത്വ ബോധത്തിൽ വിള്ളൽ വീഴ്ത്തിയതായി വിദഗ്ധർ പറയുന്നു. വ്യോമ പ്രതിരോധത്തിൽ കൂടുതൽ നിക്ഷേപം, GCC സുരക്ഷയ്ക്കുള്ള കൂടുതൽ പ്രോത്സാഹനം, അമേരിക്കയ്ക്ക് പുറത്തുള്ള തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ എന്നീ നടപടികളെല്ലാം ഖത്തർ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.